ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും മകരസംക്രാന്തി ആശംസകളും പൊങ്കൽ ആശംസകളും നേരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എഴുന്നേറ്റ് രാവിലെ കുളിച്ചൊരുങ്ങി അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇന്ന് 1-ാം തീയതിയൊക്കെ അല്ലേ, അപ്പോൾ അതുകൊണ്ടാട്ടോ രാവിലെ അമ്പലത്തിൽ പോയത്. ഞാൻ തന്നെയാട്ടോ അമ്പലത്തിൽ പോയത്. അപ്പോൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് നമ്മുടെ ഷാമികയുടെ അച്ഛനും ഒക്കെ നന്നായിട്ട് കിടന്ന് ഉറങ്ങും കേട്ടോ. 8:30 അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ. ഒരു 7:45 കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയതാണ്. ഒറ്റയ്ക്കാണ് ഞാൻ പോയത്. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് ഞാൻ ഒരു ജോലിയും ചെയ്യാതെ കേട്ടോ പോയത്. ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അടുക്കളയുടെ. അപ്പോൾ പോയി വന്നു കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വന്നിട്ട് രാവിലെ പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് പുട്ടിന് നനയ്ക്കുക കേട്ടോ. എവിടെ ബലൂൺ വെച്ച് നീ വെച്ചെടുത്ത് നോക്ക് എവിടെയാണ്, എനിക്കറിയാൻ പാടില്ല, ഞാനെടുത്തില്ല ബലൂൺ. ഇന്നലെ ഒരു ബലൂൺ മേടിച്ചു കൊടുത്തു, ഒരു പാക്കറ്റ് ബലൂൺ മേടിച്ചു കൊടുത്തു. അതിൽ 2 ഇന്നലെ എടുത്ത് വീർപ്പിച്ച് പൊട്ടിച്ചോട്ടതാണ്. ബാക്കി ഒരു കവറിനകത്ത ബലൂൺ വാങ്ങിയേ, ഒരു 5-6 ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ബലൂൺ അന്വേഷിച്ച് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴേ, ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നപ്പോഴേ എൻ്റെ അടുത്ത് ചോദിക്കാം, ബലൂൺ എത്തി. നീ അല്ലേ ഇന്നലെ ബലൂൺ എടുത്ത് വീർപ്പിച്ച് കളിച്ചുകൊണ്ട് നടന്നത്? എന്നിട്ട് പിന്നെ എന്നോട് ചോദിച്ചാൽ എനിക്കറിയാവോ ബലൂൺ എവിടാന്ന്? നീ നോക്കി എടുക്ക് ബലൂൺ എവിടാന്ന്. എവിടെ? അതിനകത്ത് കൈയിടരുത്. നീ ബ്രഷ് ചെയ്തില്ലല്ലോ. ഇപ്പം ബ്രഷ് ചെയ്തിട്ട് കൈയിട്ടാൽ മതി മാവ് തിന്നാൻ വേണ്ടി. എടുക്കരുത് കേട്ടോ. പല്ല് തേക്കാതെ തേങ്ങയൊക്കെ തിന്നാതെ. എനിക്കറിയാൻ പാടില്ല ബലൂൺ എവിടെ വെച്ചെന്ന് നോക്കി എടുക്ക്. ഞാനല്ല ബലൂൺ എടുത്തത്. ബലൂൺ എവിടെയാന്ന് വെച്ചാൽ തപ്പിയെടുത്തു. നീ ഇന്നലെ പൊട്ടിച്ചോണ്ട് നടന്നില്ലേ, ഇന്നലെ പൊട്ടിച്ച് നടന്നില്ലേ ബലൂണ് വീർപ്പിച്ച് കവറ്? അതെവിടെയാ കൊണ്ടുവച്ചെന്ന് ഓർത്ത് നോക്കിയേ. കുഞ്ഞും അസീമും കൂടെ കളിക്കാൻ പോയില്ലായിരുന്നോ? കളിക്കാൻ പോയിട്ട് വന്നപ്പോ എവിടെയാ വെച്ചെന്ന് ഓർത്ത് നോക്കിക്കേ ബലൂൺ എവിടെയാ വെച്ചേന്ന്. ഇവിടെ നിന്നും കൊണ്ടുപോയില്ലെങ്കിൽ നോക്ക് എവിടെയാന്ന്. ആ ടേബിളെ നോക്ക്, വിളക്ക് കത്തിക്കുന്ന ആ ടേബിളിന്റെ സൈഡിലൊക്കെ നോക്ക്. അവിടെയല്ലേ എപ്പോഴും ഓരോ സാധനം നീ കൊണ്ട് വെക്കാറുള്ളത്. അവിടെ പോയി. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഷാമിക എൻ്റെ അടുത്ത് വന്ന് വർത്താനം പറയുക കേട്ടോ. പിന്നെ ഞാനത് വോയിസ് കട്ട് ചെയ്യാൻ പോയില്ല, നിങ്ങളെ കൂടെ കേൾപ്പിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ പുട്ടൊക്കെ റെഡിയാക്കി പിന്നെ ഞാൻ ചായ ഇടുക കേട്ടോ. ചായയുടെ കൂട്ടത്തിൽ ഞാനൊരു സ്പെഷ്യൽ സാധനം കൂടെ ഞാൻ ഇടയ്ക്ക് ചായ ഇടുമ്പോൾ ചേർക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ചായയുടെ കൂട്ടത്തിൽ ഇഞ്ചി, ചെറിയൊരു ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ചതച്ചെടുത്തത് ചായക്കകത്ത് ഇട്ടിട്ട് ഇഞ്ചി ചായ കുടിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുവേ. അപ്പോൾ പുട്ടും ചായയും എല്ലാം റെഡിയായി കേട്ടോ. അപ്പോൾ പുട്ടും ചായയൊക്കെ റെഡിയായി കഴിഞ്ഞ് ഞാൻ ഷാമിയയ്ക്ക് കൊണ്ട് കൊടുക്കുക കേട്ടോ. ഷാമിയയ്ക്ക് കൊണ്ട് കൊടുത്ത് ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾ തന്നെ എടുത്ത് കഴിക്കുക കേട്ടോ. ചായ കുടിച്ചില്ല, നമ്മുടെ പുട്ട് എടുത്ത് പതുക്കെ ഇരുന്ന് കഴിക്കുക കേട്ടോ. പിന്നെ തന്നെ ഇരുന്ന് കഴിക്കാൻ ഞാൻ നോക്കിയില്ല, കാരണം തന്നെ ഇരുന്ന് കഴിച്ച പുട്ടല്ലേ നിലത്ത് മുഴുവൻ ചെതറിച്ച് അവിടെയെല്ലാം ഒരു പരുവമാക്കും. അപ്പം ഞാൻ തന്നെ പിന്നെ എന്നിട്ട് എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ ചായയൊക്കെ നന്നായിട്ട് തിളച്ച് പിന്നെ ചായയൊക്കെ ഞാൻ കൊണ്ട് കൊടുത്തു കേട്ടോ. പുട്ടിന് പ്രത്യേകിച്ച് കറികളൊന്നും ഞാൻ ആക്കുന്നില്ല. പുട്ടും പഴവും ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ടും പഴവും കൂടി ആട്ടോ രാവിലെ കഴിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ചു. ഞങ്ങളും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ ഞാൻ ഉച്ചക്കത്തേക്കിനുള്ള ചോറും കറിയൊക്കെ പരിപാടി റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ ചോറും കറിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മണിയൊക്കെ കഴിഞ്ഞു. 1 മണിയല്ല 12 മണി കഴിഞ്ഞു കേട്ടോ. അപ്പം ഇന്ന് ലേറ്റ് ആയിരുന്നു. അപ്പോൾ ആർക്കും ഇന്ന് ലീവായിരുന്നു. അപ്പോൾ ഇന്ന് മകരസംക്രാന്തി ആയിട്ട് സ്കൂളും ജോലിക്കാർക്ക് ജോലിയും എല്ലാം ലീവായിരുന്നു കൊണ്ടാട്ടോ ഇന്ന് ഇത്ര താമസിച്ചത്. ഒരുപാട് ലേറ്റായി. അപ്പോൾ അല്ലെങ്കിൽ രാവിലത്തെ ജോലിയൊക്കെ രാവിലെ തീരുന്ന കേട്ടോ. അപ്പോൾ കുറച്ച് ചേമ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ചേമ്പ് കറി വെക്കാനും പിന്നെ അമരപ്പയർ തോരൻ വെക്കാനുമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. എപ്പോഴും ഞാനിങ്ങനെ കറികളൊക്കെ വെക്കുന്നത് നിങ്ങളെ കാണിക്കുന്നതല്ലേ. അപ്പോൾ അമരപ്പയറൊക്കെ റെഡിയായി, പിന്നെ ചേമ്പ് കറിയൊക്കെ റെഡിയായി കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം വാങ്ങിയ കുറച്ച് മീനിരിപ്പുണ്ടായിരുന്നു, വറക്കാനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതുമൊക്കെ വറുത്ത് ഞങ്ങൾ ഉച്ചയ്ക്ക് ചോറൊക്കെ കഴിച്ചു കേട്ടോ. ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് കുറേ നാളായി പുറത്ത് കറങ്ങാനൊക്കെ പോയിട്ട്. അപ്പോൾ ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരു ചെറിയ കറങ്ങാനൊക്കെ പോയി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ചെറിയ കുഞ്ഞു വീഡിയോ. നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും
പിന്നെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.